കോഴിക്കോട് നിന്നും ആനന്ദ് പുതൂർ കൂടി ചേരുകയാണ്. ആനന്ദ്, ഗുഡ് മോർണിംഗ്. ഇവിടെ ജിജീഷ് പറഞ്ഞതുപോലെ തന്നെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്, വെന്തുരുകുകയാണ്. നേരത്തെ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം, ഉത്തരേന്ത്യയിലടക്കം അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലടക്കം ഈ അസഹ്യമായ ചൂട് എന്നുള്ള വാർത്തകൾ മാത്രമാണ് നമ്മൾ കേട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അത് അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം അത്രത്തോളം വെന്തുരുകയാണ്, വിയർത്തൊലിക്കുകയാണ് കേരളമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ കോഴിക്കോട് ജില്ലയിലേക്ക്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോഴും ചൂട് അസഹ്യമായിട്ട് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ മധ്യ കേരളത്തിലായാലും തെക്കൻ കേരളത്തിലായാലും വേനൽ മഴ അല്പമെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിലും അത്രത്തോളം വേനൽ മഴ ഈ മേഖലകളിൽ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചൂട് ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം തന്നെ ആനന്ദ് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ വേനൽക്കാല രോഗങ്ങളും പനിയടക്കം ഉള്ള രോഗങ്ങളും കൂടുതലായി റിപ്പോർട്ട് ചെയ്തു വരികയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായി കഴിഞ്ഞാലും ബീച്ച് ആശുപത്രിയിലായി കഴിഞ്ഞാലും അത്തരം രോഗബാധിതരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലല്ലേ? തീർച്ചയായും കെ പി, ഈ വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി വ്യത്യസ്തമല്ല. അത് ഓരോ ജില്ലകളും പരിശോധിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും കഴിയുന്തോറും ചൂട് അസഹനീയമാവുന്ന തരത്തിലേക്ക് വർദ്ധിച്ചു വരുന്ന കാഴ്ചകൾ തന്നെയാണുള്ളത്. എന്തായാലും ഈ തുടക്കം മുതൽ തന്നെ, ഈ ചൂടിൻ്റെ ആരംഭം മുതൽ തന്നെ ജില്ലാ ഭരണകൂടം കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ഈ വരൾച്ചയുടെയും ഈ ചൂടിൻ്റെയും കാഠിന്യം മൂലമുണ്ടാകുന്ന ദുരിതങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികൃതർക്ക് ഈ കോഴിക്കോട് ജില്ല നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പ്രശ്ന പരിഹാര സെൽ തന്നെയാണ്. നമുക്കറിയാം, ഈ വേനൽ ആരംഭിച്ചതോടെ തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിലും, ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമായിരുന്നു. ആളുകൾ വെള്ളം കിട്ടാതെ വളരെ ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്ന ഒരു സമയത്ത് തന്നെ ഇത്തരത്തിൽ ഈ കളക്ടറുടെ അടക്കമുള്ള ഭരണകൂടങ്ങളുടെ ഇടപെടൽ വഴി കുടിവെള്ള വിതരണം കൃത്യമായി തന്നെ നടന്നിരുന്നു. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്ന ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് അറ്റകുറ്റപ്പണികൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണമെന്ന് ജലവകുപ്പിന് എന്തായാലും ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ വ്യാപാര സ്ഥാപനങ്ങളിലാവട്ടെ, പൊതുകേന്ദ്രങ്ങളിലാവട്ടെ അത്തരത്തിൽ തണ്ണീർ പന്തലുകൾ സ്ഥാപിക്കാനുള്ള ഒരു നിർദ്ദേശവും ഭരണകൂടം നൽകിയിട്ടുണ്ട്. അത് സന്നദ്ധ സംഘടനകളാവട്ടെ, സാമൂഹിക സംഘടനകളാവട്ടെ, വ്യാപാരികളുടെ കൂട്ടായ്മകളാവട്ടെ, ഇത്തരത്തിലുള്ള പൊതു ഏരിയകളിൽ, പൊതുസ്ഥലങ്ങളിൽ തണ്ണീർ പന്തലുകൾ കൃത്യമായി തന്നെ ഒരുക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്കറിയാം, ചൂട് മനുഷ്യന്മാർക്ക് മാത്രമല്ല മറ്റ് മൃഗങ്ങൾക്കടക്കം കാര്യമായി ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അത്തരത്തിൽ ഈ ഫാമിലെ മൃഗങ്ങളാവട്ടെ, വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളാവട്ടെ കൃത്യസമയത്ത് തന്നെ അവർക്ക് കുടിവെള്ളം ഉറപ്പുവരുത്തണമെന്നുള്ള ഒരു നിർദ്ദേശവും ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ പൊതുസ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള മൃഗങ്ങളെ കെട്ടുന്നത് ഒഴിവാക്കണമെന്നും ഈ വൈകുന്നേരത്ത് അതായത് 4 മണിക്ക് ശേഷം മാത്രം മൃഗങ്ങളെ പുറത്തിറക്കിക്കൊണ്ട് അത്തരത്തിൽ മേയാൻ വിടുന്ന ഒരു രീതിയിലേക്ക് ഈ മൃഗങ്ങളുടെ അധികാരികൾ, മൃഗങ്ങളുടെ വളർത്തുന്നവർ മാറണമെന്നുള്ള ഒരു നിർദ്ദേശവും എന്തായാലും സർക്കാർ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ചൂട് വേനൽ ആരംഭിച്ച മുതൽ തന്നെ നിരവധി തീപിടുത്തങ്ങളാണ് വിവിധ സ്ഥലങ്ങളായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ജില്ലയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അതിനെ എത്രത്തോളം ഈ പരിഹാരം കാണാത്ത തരത്തിലേക്കുള്ള ഒരു ഫയർ സ്റ്റേഷനിലെ എണ്ണത്തിലുള്ള ഒരു അലംഭാവം എന്ന് പറയുമ്പോൾ എണ്ണത്തിലുള്ള ഒരു കുറവ് കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. അത് വലിയ വിമർശനങ്ങൾക്ക് തന്നെയാണ് ഇടവച്ചിരുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് വരെ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാട്ടുതീ പടരുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അത് തടയുന്നതും അത് ഉണ്ടാവാതിരിക്കുന്നതുമായിട്ടുള്ള, അത് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ആ തരത്തിൽ എങ്ങനെയായിരിക്കണം അതിനോട് പ്രതികരിക്കേണ്ട തരത്തിലേക്കുള്ള നിർദ്ദേശങ്ങളും ക്യാമ്പുകളും എല്ലാം ഇപ്പോൾ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളായി ഉദ്യോഗസ്ഥർക്കും പ്രദേശത്ത് താമസിക്കുന്ന നാട്ടുകാർക്കും ഭരണകൂടം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, കെ പി നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ വേനൽ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ്. അത്തരത്തിൽ ജില്ലയിൽ കഴിഞ്ഞ 2 ആഴ്ചയായി ഏകദേശം 8500ഓളം ആളുകളാണ് വിവിധ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് ഈ വേനൽ ചൂട് വർദ്ധിച്ചതിന്റെ വിവിധ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാ കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം സർക്കാർ ആശുപത്രികളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഔദ്യോഗിക കണക്കുകൾ. ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇത്തരത്തിൽ പോയ ആളുകളുടെ എണ്ണം എടുത്തു വെക്കുകയാണെങ്കിൽ ഇത് ഇനിയും വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചക്കകം തന്നെ ഏകദേശം 3500 ആളുകൾ ഇത്തരത്തിൽ വിവിധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് വേനലുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സ നേടിയെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും അടക്കമുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ജില്ലയിൽ അല്പം മുമ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഈ മഞ്ഞപ്പിത്തം ബാധിച്ച് 2 പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ തലത്തിൽ കർശനമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഈ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ആനന്ദ് പറഞ്ഞതുപോലെ തന്നെയാണ്, കർക്കശമായ ഒരു നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തിനും ഉണ്ടായിരിക്കുന്നത്. വലിയ ജാഗ്രത പാലിക്കണം. കാരണം അസഹ്യമായ ചൂട്, അത്രത്തോളം ചൂടിൽ കേരളം വെന്തുരുകയാണ്. വരും ദിവസങ്ങളിലും ചൂട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായ രീതിയിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം, നിർദ്ദേശങ്ങൾ അതേപോലെ അനുസരിക്കണം എന്ന് തന്നെയാണ് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നത്.